തിരുവാതിരയോടനുബന്ധിച്ച് പാഞ്ഞാൾ പളുങ്ക് ശിവക്ഷേത്രത്തിൽ ഭക്തരുടെ നേതൃത്വത്തിൽ നിരവധി ചടങ്ങുകൾ നടന്നു. തിരുവാതിര കുളിച്ചുതൊഴൽ, ഇളനീരാട്ടം, ദശപുഷ്പം ചൂടൽ, കൈകൊട്ടിക്കളി എന്നിവയും പ്രത്യേക പൂജകളും ഉണ്ടായി. കുളത്തില് കുളിക്കുക, അത് കഴിഞ്ഞാൽ അതെ പാട്ടുപാടി തുടിക്കുകയും കുളിക്കുകയും പിന്നെ എന്താണ് മലര് വറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കുറേശ്ശൊക്കെ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെ കുറേശ്ശൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ ഊഞ്ഞാലാടുക, ദശപുഷ്പം ചൂടുക, കണ്ണെഴുതുക, കുറിയിടുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ ഉറക്കൊഴിയണം. 12 മണിക്ക് പാതിരാപ്പൂ ചൂടിയിട്ട് പിന്നെ പിന്നെ കൈകൊട്ടിക്കളി വെളിച്ചാവണ വരെ കൈകൊട്ടി കളിക്കണം എന്നാണ് പറയുക. കേരളത്തിലും തമിഴ്നാട്ടിലും ഈ തിരുവാതിരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശൈവന്മാരായിട്ടുള്ളവർക്ക്, ശിവനെ കൂടുതൽ സ്തുതിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ അവരാണ് ഈ തിരുവാതിര ധാരാളം. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല, ശിവനെ ധ്യാനിക്കുന്നവരെന്നോ അല്ലെങ്കിൽ വിഷ്ണുവിനെന്നോ. എന്തായാലും പണ്ടൊക്കെ ഓരോ തറവാടുകൾ കേന്ദ്രീകരിച്ച് തിരുവാതിരയുടേതായിട്ടുള്ള നോൽമ്പ് നോക്കലും, മംഗല്യമുള്ള സ്ത്രീകൾക്ക് മാംഗല്യം നിലനിർത്താനും കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും, വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയാനും വേണ്ടിയിട്ട് ഉള്ള നോമ്പ് നോക്കുക, ഇങ്ങനെയാണ് അതിൻ്റെ പതിവ്. അപ്പം നമ്മളിപ്പോൾ ഈ എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവും. ഈ അമ്പലങ്ങളിലും വെളിച്ചാകുമ്പോൾ തന്നെ വളരെ നേരത്തെ, പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 5-6 ദിവസം മുമ്പ് തന്നെ കുളത്തിൽ തുടിച്ച് കുളിച്ച് പാട്ടുപാടി കളിച്ച് തൊഴുതു പോവുക, അങ്ങനെയാണ്. ഇപ്പോൾ ഏതായാലും അങ്ങനെയുള്ള തുടിപ്പാട്ടുകളൊക്കെ ഇന്ന് ഏതായാലും ഇവരത് ചെല്ലണം കേട്ടു, വളരെ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിലും എല്ലാ അമ്പലങ്ങളിലും വളരെയധികം കൂടുതൽ പ്രാധാന്യം വന്നിട്ടുണ്ട്.